ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹോസ്റ്റൽ ടൂറാണ്. നമ്മളിവിടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ് താമസിക്കുന്നത്. നമ്മൾ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക്സ് ആയിട്ടാണ്. നമ്മളിവിടെ 4th ബ്ലോക്കിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് ഇവിടെ സ്റ്റുഡൻസിന് ഹോസ്റ്റലിൽ നിൽക്കൽ നിർബന്ധമാണ്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യമൊക്കെ നമ്മൾ വീഡിയോയിൽ ബാക്കി പറഞ്ഞു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഹോസ്റ്റൽ തുടങ്ങുന്നത്. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഫേസ് ഐ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ റെക്കോർഡിക്കലാണ്. ഈ മെയിൻ എൻട്രൻസിൽ എപ്പോഴും 2 സെക്യൂരിറ്റീസ് ഉണ്ടാവും. രാവിലെ 6 മണി മുതൽ 9 മണി വരെ മാത്രമേ ഞങ്ങൾക്ക് കയറാനും ഇറങ്ങാനും ഇവിടെ അലൗഡ് ഉള്ളൂ. 9 മണിക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വേണം. എന്നാൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ ഹോസ്റ്റൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ കുറേ ഹോസ്റ്റൽസ് ഉണ്ട്. ഇന്ത്യൻ ഹോസ്റ്റല്, പിന്നെ ഉസ്ബെക്കീസിനുള്ള ഹോസ്റ്റല്. നമ്മളിന്ന് കാണിക്കാൻ പോണത് ഞങ്ങളുടെ ഹോസ്റ്റൽ ഇന്ത്യൻ ഹോസ്റ്റലാണ്. അതിൽ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും നമ്മളെ റൂം, ഫ്ലോറ്, കിച്ചണ്, ബാത്റൂം, നമ്മളുടെ വാഷിംഗ് ഏരിയ, അങ്ങനത്തെ ഏരിയസൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഇന്ത്യൻ ഹോസ്റ്റൽ നമ്പർ 4. ഇവിടെ ഹോസ്റ്റലിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഇരിക്കാനും പഠിക്കാനും പിന്നെ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നല്ല ഓഡിറ്റോറിയം തന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ എൻട്രൻസ്. ഇവിടെയും നമുക്ക് ഫേസ് ഐ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഹോസ്റ്റലിൽ അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം റൂളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ താഴത്തെ ഫ്ലോറ്. ഇവിടെ നമുക്ക് മെസ് ഹാളും അതേപോലെ തന്നെ ഒരു മീറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. ഈ മെസ് ഹാളിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ എടുക്കുക. ഇവിടെ വന്നപ്പോൾ 2 ഉസ്ബെക്കീസ് ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നവരാണ്. വീഡിയോയിൽ കാണിക്കുന്നു പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ തന്നിട്ടുണ്ട് രണ്ടാളും. നമ്മളെ മെസ്സിൽ ബിരിയാണി ഒക്കെ കിട്ടും ആഴ്ചയിൽ 1 ദിവസം. പിന്നെ ചിക്കൻ കറി കിട്ടും, അത് ആഴ്ചയിൽ 2 ദിവസം. ബാക്കിയുള്ള ദിവസമൊക്കെ നമുക്ക് ചപ്പാത്തി, ചോറ്, പയറ് അങ്ങനത്തെ ഒക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ 2nd ഫ്ലോർ. ഇവിടേക്ക് നമുക്ക് എൻട്രി ഇല്ല, കാരണം അത് ബോയ്സ് ഫ്ലോർ ആണ്. 1st ഫ്ലോറും 2nd ഫ്ലോറും ബോയ്സ് ഫ്ലോറാണ്. നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. 3rd ഫ്ലോറും 4th ഫ്ലോറും ആണ് ഗേൾസിന് അലൗഡ് ആയിട്ടുള്ളത്. ഞങ്ങളുടെ റൂം 3rd ഫ്ലോറിലാണ് വരുന്നത്. 3rd ഫ്ലോറത്തെ കോറിഡോറാണിത്. ഒരു ഫ്ലോറിൽ 2 കിച്ചണാണ് ഇവർ അലൗഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് കിച്ചൺ. ഇതുപോലത്തെ ഒരു കിച്ചണും കൂടെ ഉണ്ട്. കിച്ചണിൽ 2 ഫ്രിഡ്ജ്, സ്റ്റവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫ്ലോറത്തെ എല്ലാവരും ഇതൊക്കെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. കിച്ചൺ അടക്കമൊക്കെ നല്ല റഷ് ആയിരിക്കും. പ്രത്യേകിച്ച് രാത്രിയും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം റഷ് ആയിരിക്കും. എന്നാലും കുക്ക് ചെയ്യാൻ പറ്റും. ഹോസ്റ്റലിന്റെ പുറത്തോട്ടുള്ള സീനറിയാണിത്. മഞ്ഞൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കോമൺ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പേരും റൂം നമ്പറും എഴുതിയിട്ടാണ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കുക. എന്നാലും സാധനങ്ങളൊക്കെ കാണാതാവും. ഇനി നമുക്ക് ലോണ്ട്രി ഏരിയയും ടോയ്ലറ്റിന്റെ ഏരിയയും കാണാം. ഇതാണ് ലോണ്ട്രി ഏരിയ. 3 വാഷ് മെഷീനാണ് ഒരു ഫ്ലോറിന് ഫുള്ളായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യാനൊക്കെ നല്ല റഷാണ്. ഡ്രയർ സ്റ്റാൻഡ് വെക്കാനായിട്ട് നമുക്ക് 2 റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ മേടിക്കണം. ആൻഡ് ഇതാണ് ഞങ്ങളെ വാഷിംഗ് ഏരിയ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് ഇവിടെ അത്ര തിരക്കൊന്നും ഉണ്ടാവലില്ല. നമ്മുടെ ടോയ്ലറ്റ് ഏരിയയിൽ ഇന്ത്യൻ ടോയ്ലറ്റ്സും അതുപോലെ തന്നെ യൂറോപ്യൻ ടോയ്ലറ്റ്സും പ്രൊവൈഡഡ് ആണ്. പിന്നെ നമ്മളെ ബാത്റൂം ഏരിയ, അവിടെ നമുക്ക് കോൾഡ് വാട്ടറും അതേപോലെ തന്നെ ഹോട്ട് വാട്ടറും കിട്ടും. പിന്നെ കുറേ ക്യാബിൻസ് ഉണ്ടായതുകൊണ്ട് അത്ര വലിയ റഷ് ഒന്നുമില്ല. പിന്നെ എല്ലാവരും ഒന്നും കുളിക്കൂല. ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2-3 ദിവസം കുളിച്ചാൽ തന്നെ ബാക്കിയെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് നമ്മളുടെ റൂം കാണാം. ഞങ്ങളുടെ റൂം നമ്പർ 318. നമ്മുടെ റൂമിന്റെ പുറത്ത് തന്നെ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റൂമിൽ 2 കമ്പാർട്ട്മെന്റ് ഉണ്ടാവുക. ഒരു കമ്പാർട്ട്മെന്റിൽ 4 പേരും അടുത്ത കമ്പാർട്ട്മെന്റിൽ 4 പേരും. ഹോസ്റ്റലിലെ ഏകദേശം എല്ലാ റൂംസും സെയിം ടൈപ്പാണ്. നമ്മൾക്ക് 2 ഡബിൾ കോട്ട് കട്ടിലുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ട ചെയർ, ടേബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 4 ബെഡൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ 3-4 മിക്കവാറും ഒരു ബെഡിലാണ് കിടക്കുക. റൂംസൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കണം എന്ന് നല്ല നിർബന്ധമുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഫൈനലി ഇതാണ് ഞങ്ങളെ റൂമിന്റെ വിശേഷങ്ങൾ. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് റൂമിൽ ഞങ്ങളുടേതായിട്ടുള്ള കുറേ കലാവിരുദ്ധകളൊക്കെ ഉണ്ട്. പിന്നെ റൂമിന്റെ സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ബെഡിന് താഴെ ഒരു സ്പേസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് 2 വാർഡ്രോബ്സ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ ഷൂറാക്ക് ഞങ്ങൾ പൊട്ടി 2 ബുക്ക് ഷെൽഫ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഹോസ്റ്റലത്തെ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, ബൈ.